അപ്പോൾ ഇപ്രാവശ്യം ഡേഞ്ചർ സോണിൽ ഞാൻ വെണ്ണിലവേ വെണ്ണിലവേ ഞാൻ ഓഡിഷന് പാടിയ പാട്ട് തന്നെയാണ് ഇപ്രാവശ്യം ഡേഞ്ചർ സോണിൽ ഞാൻ പാടാൻ പോകുന്നത്. എല്ലാവരും എന്നെ അനുഗ്രഹിക്കുക, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. வெண்ணிலவே வெண்ணிலவே விண்ணை தாண்டி வருவாரா, விளையாட ஜோடி தேவை. வெண்ணிலவே வெண்ணிலவே விண்ணை தாண்டி வருவாரா, விளையாட ஜோடி தேவை. இந்த பூலோகத்தில் யாரும் பார்க்கும் முன்னே உன்னை அதிகாலை அனுப்பி வைப்போ. வெண்ணிலவே வெண்ணிலவே விண்ணை தாண்டி வருவாரா, விளையாட ஜோடி தேவை. இது இருளல்ல அது ஒளியல்ல, இது ரெண்டோடும் சேராத பொன்னேரும். இது இருளல்ல அது ஒளியல்ல, இது ரெண்டோடும் சேராத பொன்னேரும். தலை சாயாதே விழி மூடாதே, சில மொட்டுக்கள் சட்டென்று பூவாகும். பெண்ணே பெண்ணே பூலோகம் எல்லாமே தூங்கி போன பின்னே, உள்ளோடு பூவீது ஓசை கேட்கும் பெண்ணே. நாம் இரவின் மடியில் பிள்ளைகளாம் பாலோட்டு நிலவுண்டு. பெண்ணிலவே வெண்ணிலவே விண்ணை தாண்டி வருவாரா, விளையாட ஜோடி தேவை. இந்த பூலோகத்தில் யாரும் பார்க்கும் முன்னே உன்னை அதிகாலை அனுப்பி வைப்போ. ഇനി റിസൾട്ടിന്റെ സമയമാണ്. നമുക്ക് ആ 5 കണ്ടസ്റ്റന്റ്സിനെയും വേദിയിലേക്ക് വിളിക്കാം. 5 പേര് പാടിയതിനെ കുറിച്ച് നിങ്ങൾക്ക് എന്താ പറയാനുള്ളത് നോക്കാം. കാർത്തിക്. എനിക്ക് പാടിയതിൽ എനിക്ക് തൃപ്തിയുണ്ട്. തൃപ്തിയുണ്ട്. ആ ഓക്കെ. രാഹുൽ. പാട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള പാട്ടാണ്. പാടാൻ പറ്റിയതിൽ സന്തോഷമുണ്ട്. പിന്നെ പാടിയതിൽ തൃപ്തിയുണ്ട്. തൃപ്തിയുണ്ടോ? ഉണ്ട്. ഓക്കെ ശരി. വൈശാഖ്. ആദ്യം എനിക്ക് ആ ട്രാക്കിലേക്ക് വീഴാൻ ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ചരണം കഴിഞ്ഞ് ലാസ്റ്റിലേക്ക് ആയപ്പോഴത്തേക്കും കുഴപ്പമില്ലാതെ പാടുന്നതാണ്. ഭരത്. ഫസ്റ്റ് പല്ലവി അത്ര ഇതുണ്ടായിരുന്നില്ല, കാരണം എനിക്ക് പാട്ടിലേക്കൊന്ന് കയറാൻ പറ്റിയില്ല. പിന്നെ അത് കഴിഞ്ഞ് കുറച്ച് പതുക്കെ ഒന്ന് കയറി വന്നു, അപ്പോഴത്തേക്കും പാട്ട് തീർന്നു. മനു. ആദ്യം തന്നെ സന്തോഷമുണ്ട് ശരസാണ്ട് ഫ്രണ്ടിൽ പാട്ട് പാടാൻ പറ്റിയതിൽ. ഓക്കെ ഇനി നമുക്ക് റിസൾട്ട്സ് അറിയാം അല്ലേ? ശരത് സാർ, ആരുടെ റിസൾട്ടാണ് നമ്മൾ ആദ്യം അറിയാൻ പോകുന്നത്? കാർത്തികിന് ഇന്ന് നന്നായിട്ട് പാടിയെന്ന് തോന്നിയോ? സത്യമായിട്ടുള്ള കാര്യം പറ. ചുമ്മാ എല്ലാവരും ഞങ്ങൾ നന്നായിട്ട് പാടി നിങ്ങൾ പറയുന്ന വെച്ചിട്ടല്ല ഞങ്ങൾ ജഡ്ജ് ചെയ്യുന്നത്. പാടി കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും എങ്ങനെ പാടിയിട്ടുണ്ടെന്നല്ലേ. നമ്മൾ മനുഷ്യരാണ്, തെറ്റ് വരാത്ത മനുഷ്യരില്ല. അപ്പോൾ അത് എങ്ങനെ പാടി എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാവും അല്ലേ മോനെ? അപ്പോൾ അത് കാർത്തികിന് സത്യമായിട്ടുള്ളൊരു കാര്യം എൻ്റെ അടുത്ത് പറ. എനിക്ക് ഇഷ്ടപ്പെട്ടു. അതെന്ന് വെച്ചാൽ ഞാൻ പാടിയപ്പോൾ എന്താ എനിക്ക് അതിനകത്ത് നിൽക്കാൻ പറ്റി. കാര്യം കാർത്തിക്കിൻ്റെ ചില പ്രോബ്ലങ്ങൾ കാർത്തിക്കിന് തന്നെ അറിയാം, എന്തൊക്കെയാണ് പാടുമ്പോൾ സംഭവിക്കുന്നത്. ഞങ്ങളും പറഞ്ഞു നമ്മളും ക്ഷീണിച്ച്. ഈ ഇത്രാമത്തോട്ടാണ് എലിമിനേഷനിൽ ഈ റൗണ്ടിൽ?
അതിങ്ങനെ അങ്ങ് ഇവിടെ തന്നെ സ്ഥിരതാമസമാക്കാനുള്ള ഇതാണോ കാർത്തിക്? അല്ല, ഇപ്രാവശ്യം വരരുതെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പം 89 ടീം ഞാൻ വിചാരിച്ച് വരത്തില്ലായിരിക്കും. പക്ഷേ എല്ലാവർക്കും നല്ല മാർക്ക്. കാർത്തിക് പാടാൻ കഴിവുള്ള, എന്നാൽ പറഞ്ഞാൽ മനസ്സിലാവാതെ അങ്ങനെ ബിഹേവ് ചെയ്യുന്ന ഒരു കുട്ടിയായിട്ട് എനിക്ക് കണ്ടിട്ടുള്ളത്. നമ്മളൊക്കെ പറയുന്നുണ്ട്, പലതും പറയുന്നത്. എന്നാൽ കാർത്തിക് അതൊക്കെ മറന്നിട്ട് വരും. കഴിഞ്ഞ രവീന്ദ്ര മാസ്റ്റർ റൗണ്ടിൽ മോൻ ഒറ്റക്കമ്പി നാദം പാടി. അപ്പം അതിന് തന്നെ ആ ഒരു സംഗതിയുടെ പുറകെ പോയിട്ട് മൊത്തം പാട്ടും അങ്ങ് കളഞ്ഞു അല്ലേ? ഞങ്ങളിവിടെ വന്നിരുന്ന് നമുക്കറിയാവുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നുണ്ട്. അത് നിങ്ങൾ അതിൽ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കി കുറേയൊക്കെ കറക്റ്റ് ചെയ്യാൻ പറ്റണം. ഞങ്ങളൊക്കെ വർക്ക് ചെയ്ത ഒരു എക്സ്പീരിയൻസ്, ആരെയൊക്കെ കണ്ടിരിക്കുന്നു, ആരെയൊക്കെ പാടിച്ചിട്ടുണ്ട്, ഇത്ര പാട്ട് കേട്ടേക്കുന്നു, അങ്ങനെ അപ്പോൾ അതേ ഒരു അനുഭവം വെച്ചിട്ടാണ് പറയുന്നത്. പ്ലേ ബാക്ക് സിംഗിങ് എന്ന് പറഞ്ഞാൽ എല്ലാവരുടെയും സ്വപ്നമാണ് അല്ലേ? അപ്പോൾ അതിന് എന്തൊക്കെ ക്വാളിറ്റീസാണ് വേണ്ടതെന്ന് നിങ്ങളെ ഒന്ന് മോൾഡ് ചെയ്യാനുള്ളൊരു ശ്രമമാണ് ഞങ്ങളുടെ അടുത്ത് നടക്കുന്നത്. അപ്പം ഞങ്ങളുടെ വീട്ടിലുള്ള ആളുകളെ പോലെ കണ്ടാൽ മതി. അപ്പോൾ ആ സ്നേഹത്തോടെ പറയുമ്പോൾ അത് നിങ്ങൾ എന്തെങ്കിലും ചെയ്തില്ലെങ്കിൽ ഞങ്ങൾ പറഞ്ഞ് ഞങ്ങൾക്ക് ഒരു പ്രയോജനമില്ല. കാർത്തികിന് ഇതിൽ ആരാണ് നന്നായിട്ട് പാടിയായിട്ട് തോന്നിയത്? അത് പറയും. വൈശാഖേട്ടനാണ്. അത് കഴിഞ്ഞാൽ അങ്ങനെ ചോദിക്കില്ല സാർ. വൈശാഖിനെ ഇഷ്ടപ്പെട്ടു, വൈശാഖ ചേട്ടന് ഇഷ്ടപ്പെട്ടു. ബാക്കി എല്ലാവരും ഇപ്പുറത്തെ ഒരേ ത്രാസിലാണ്. അങ്ങനെ പറയാമോ? അങ്ങനെ വേണമെങ്കിൽ പറയാം. ഇങ്ങനൊരാളിനെ ആദ്യമായിട്ട് കാണാൻ മോനെ. ഒന്നും എനിക്കൊരൊറ്റ അഭിപ്രായമുള്ളൂ, എങ്ങനെയെങ്കിലും ഇന്നാക്കാം. അല്ലാണ്ട് ഇപ്പം എന്ത് ചെയ്യാൻ? ഇന്നാണ് മോനെ. ഞങ്ങൾക്ക് കുറേ ഇഷ്ടമായി. എന്താ ചെയ്യും? നീ ഇങ്ങനെ വന്ന് എല്ലാ റൗണ്ടിലും ഇതേ പാട്ട് പാടിയാൽ മതി കേട്ടോ. കാർത്തിക് രവീന്ദ്ര ജെയിൻ ഹിറ്റ്സ് റൗണ്ട്. വെണ്ണിലവേ വെണ്ണിലവേ വെണ്ണിലവേ. മന്നാടെ ഹിറ്റ്സ് റൗണ്ട്. വെണ്ണിലവേ വെണ്ണിലവേ. സൺ സോങ്സ്. വെണ്ണിലവേ വെണ്ണിലവേ. യു ആർ ഇൻ. താങ്ക് യു സർ. കാർത്തിക്, റൗണ്ടില് ഉഴപ്പുക, എലിമിനേഷനിൽ വന്ന് നന്നായി പാടുക എന്നുള്ള ഒരു ചടങ്ങ് കഴിഞ്ഞ തവണ മറ്റേ രാജ്മോഹൻ ഉണ്ടായിരുന്നു. അപ്പൊ ഞങ്ങൾ കൺസിസ്റ്റൻസി എന്ന് പറയുന്ന സാധനം ഒരു ഫാക്ടർ ഉണ്ട് ഇപ്പോഴും. ആ കൺസിസ്റ്റൻസി എന്നുള്ള ഫാക്ടറിൽ ഇയാൾ വളരെ മോശമാണ്. അപ്പൊ ഇഫ് യു ഹാവ് ടു ഇംപ്രൂവ് ഓൺ ദാറ്റ്, ദോ യു ആർ ഇൻ, നെക്സ്റ്റ് ടൈം യു ഹാവ് ടു റിയലി ബക്കപ്പ്. ഇത് നമ്മൾ കഴിഞ്ഞ തവണ പറഞ്ഞാണ്. കോമ്പറ്റീഷൻ ഇപ്പൊ പറഞ്ഞില്ല 89 കറക്റ്റ് ആണ്. കുറച്ചൊരു ഇംപ്രൂവ്മെന്റ് ഉണ്ട് ഇപ്പൊ കാർത്തികിന്. യു ഹവ് റീച്ച് ദിസ് സ്റ്റേജ്, ബട്ട് യു നീഡ് ടു ഗോ ഫർദർ ഇഫ് യു ഹാവ് ടു ബി ഇൻ ദ കോമ്പറ്റീഷൻ. ഇയാൾ നന്നായിട്ട് പാടി, അതുകൊണ്ട് യു ആർ ഇൻ. ബട്ട് പ്ലീസ് ബെയർ ദാറ്റ് ഇൻ മൈൻഡ്, ഓക്കെ? നോ ഇമോഷൻസ് ഹിയർ, ഇറ്റ്സ് ഓൺലി യുവർ സിംഗിങ്. ആ സിംഗിങ്ങിൽ വരുന്ന ഇമോഷൻ ഞങ്ങൾ ടച്ച് ചെയ്താൽ that's it. This was superb, man. Thank you, sir. നന്നായി. All the best. കേൾക്കുമ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടമായത് കാർത്തിക് തന്നെ, സംശയമില്ല. താങ്ക് യു മാം. ശ്രീനി സാറിനും താങ്ക് യു സർ. ശരത് സാറിനും എനിക്കും താങ്ക് യു സർ. All the best. Next round, Thank you, sir. collector.